എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത ആദ്യത്തെ ക്ലാസ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആഡ് ഓൺ ഇംഗ്ലീഷ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കൊടുക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിനി യൂട്യൂബിലൂടെയും കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ യൂട്യൂബ് ക്ലാസ്. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കുറച്ച് നാളത്തേക്ക് കുറച്ച് ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ വന്നിട്ടുള്ളവർ, ഈ ക്ലാസ് കാണാൻ തയ്യാറായിട്ടുള്ളവരൊക്കെ ബിഗിനേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ കണ്ടുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അല്ലാതെ വലിയൊരു അഡ്വാൻസ് ലെവലിലോ ഇൻ്റർമീഡിയറ്റ് ലെവലിലോ ഉള്ള ടോക്കൊന്നും ഇതിൽ ആദ്യത്തെ കുറേ ക്ലാസ്സുകളിൽ ഉണ്ടാവില്ല. ഏതൊരാൾക്കും ഒട്ടും ബേസിക്സ് ഇല്ലാത്ത, അതായത് ഇംഗ്ലീഷ് പറഞ്ഞുള്ള ശീലമില്ലാത്തവർക്ക് പോലും ഉപകരിക്കണം എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും തുടക്കത്തെ കുറേ ക്ലാസ്സുകൾ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ, അതായത് ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറയുക. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ പറയുക. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കോൺവെർസേഷൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുന്നു, പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യം വരുന്ന ചോദ്യമാണ് പേരെന്താണ്, വീട് എവിടെയാണ്, എന്ത് ചെയ്യുന്നു, വീട്ടിലാരൊക്കെ ഉണ്ട്, അങ്ങനെ പോവും ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ ആദ്യം വരുന്ന ചോദ്യമാണ് എന്ത്, നിങ്ങളുടെ പേരെന്താണ്. പേരെന്താണെന്നുള്ളതിന് നമ്മൾ സാധാരണ പഠിച്ചു വെച്ചിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ആലോചിക്കാനൊരു അല്പം സമയം തരുന്നുണ്ട്. ഓൾറെഡി ചിലപ്പോൾ മനസ്സിലാ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഇനി വരുന്ന പല ചോദ്യങ്ങളും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഉള്ളത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. എങ്കിലും ഈ ഒരു ചോദ്യം മിക്കവാറും എല്ലാവർക്കും അറിയാൻ പറ്റും. എന്താണ്, വാട്ട്സ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. ആ ചോദ്യം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ചോദ്യമാണ്, അർത്ഥവത്താണ്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ റെസ്പെക്റ്റ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിലൊരു റെസ്പെക്റ്റ് തീരില്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ, ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ പ്രത്യേകത, ദേ നോ ഹൗ ടു റെസ്പെക്റ്റ് അതേഴ്സ്. അവർക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് അവരുടെ ഭാഷയിലുടനീളം നമുക്കത് കാണാനും പറ്റും. അതുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്ലീസ്, താങ്ക് യു, എക്സ്ക്യൂസ് മീ. ഇതൊക്കെ എപ്പോഴും അവരുടെ ലാംഗ്വേജിൽ കടന്നു വരുന്നുണ്ട്, ഡെയിലി ടോക്കിൽ അറിയാതെ കടന്നു വരുന്നുണ്ട്. അത് ആ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റെ കൾച്ചർ കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് പൊതുവെ പറയാറ്. അങ്ങനെ നോക്കുമ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിലൊരു പ്ലീസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം. യുവർ നെയിം പ്ലീസ്. വെറുതെ ഒരു പ്ലീസ് ആഡ് ചെയ്തപ്പോഴേക്കും ക്വസ്റ്റ്യൻ്റെ ഒരു ടോൺ മാറി. യുവർ നെയിം പ്ലീസ്. ഇനി അതല്ല, കുറേയും കൂടിയും റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് വളരെ ദ മോസ്റ്റ് പൊളൈറ്റ് വേ എന്ന് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആ ക്വസ്റ്റ്യനാണ് മേ ഐ നോ യുവർ നെയിം. മേ ഐ നോ യുവർ നെയിം. അങ്ങനെയൊന്നും നമുക്ക് മലയാളത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, മേ ഐ നോ യുവർ നെയിം. അപ്പോൾ അതും വിട്ട് വേറൊരു ചോദ്യമില്ല, താങ്കളുടെ പേര് ഞാനൊന്ന് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലൊന്നും നമ്മൾ മലയാളത്തിൽ എന്തായാലും ചോദിക്കില്ല. അപ്പോൾ ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻസ്, യുവർ നെയിം പ്ലീസ്, മേ ഐ നോ യുവർ നെയിം. പിന്നെ സ്വാഭാവികമായിട്ടും വരുന്നത് നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള രീതിയിലാണ് അടുത്ത ചോദ്യം വരിക. ആ ചോദ്യമാണ് വെർ ഈസ് യുവർ ഹൗസ് എന്നായിരിക്കും നമ്മളുടെ മനസ്സിൽ വരിക. കുഴപ്പമില്ല. അതല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ പറ്റുന്നത് വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, വീട് എവിടെയാണെന്നൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ വെച്ചും ചോദിക്കാം, വേർ ആർ യു ഫ്രം. അതല്ലെങ്കിൽ വേർ ഡു യു കം ഫ്രം. രണ്ടും ഓക്കെയാണ്. പക്ഷേ വേർ ആർ യു കമ്മിങ് ഫ്രം എന്നുള്ള ചോദ്യം അത്ര നല്ല ഒരു ക്വസ്റ്റ്യൻ അല്ല. അതിന് വേറെ ചില അർത്ഥവ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ there are two questions for this, where are you from, where do you come from. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ കേട്ടോ. ഒന്ന് പേര് ചോദിച്ചു, പിന്നെ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു. മേ ഐ നോ യുവർ നെയിം, വേർ ആർ യു ഫ്രം. പിന്നെ വരുന്നൊരു ചോദ്യമാണ്, നമുക്ക് ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു. നിങ്ങൾ ജോലി ചെയ്യണോ, ബിസിനസ്സാണോ, പഠിക്കുകയാണോ, ഹൗസ് വൈഫാണോ എന്നുള്ള അർത്ഥത്തിലുള്ള ചോദ്യമാണ് എന്ത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു. വാട്ട് ഡു യു ഡു. വാട്ട് ഡു യു ഡു. അല്ലെങ്കിൽ അതിന് മറ്റൊരു ചോദ്യം കൂടിയുള്ളത്, വാട്ട് ആർ യു. ഈ വാട്ട് ആർ യു എന്നുള്ള ക്വസ്റ്റ്യൻ പലർക്കും അറിയില്ല.
അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ, ഇൻ്റർവ്യൂ പാനലിലുള്ളവർ ഒരു ചോദ്യം ചോദിക്കും, വാട്ട്സ് യുവർ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ ഈ കാൻഡിഡേറ്റ്സ് പലപ്പോഴും പറയുക ഫാദറിൻ്റെ പേര് പറയും, വാട്ട്സ് യുവർ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലായിട്ടില്ല എന്നുള്ളത്. വാട്ട് ആർ യു അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഫാദർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജോബ് ഓർ പ്രൊഫഷൻ, നമ്മളുടെ ജോബ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ വാട്ട്സ് യുവർ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ ഫാദറിൻ്റെ ജോബാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹീസ് എ പെയിൻറ്റർ, ഹീസ് എ ബാങ്ക് എംപ്ലോയി, ഹീസ് എ ടീച്ചർ, ഹീസ് എ ബിസിനസ്മാൻ, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. വാട്ട് ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ കേസിലാണെങ്കിൽ ഐ ആം എ ലൈഫ് സ്കിൽസ് ട്രെയിനർ, എൻ്റെ ഒരു ഡെസിഗ്നേഷൻ അതാണ്. അപ്പോൾ ഞാൻ പറയാം വാട്ട് ആർ യു രാജേഷ്, വാട്ട് ആർ യു, ഐ ആം എ ലൈഫ് സ്കിൽസ് ട്രെയിനർ. അതിൽ ഒരുപാട് സ്കിൽസ് വരുന്നുണ്ട്, അതിലൊന്നാണ് ലാംഗ്വേജ് സ്കിൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഐ എം എ സ്റ്റുഡൻറ്റ് പറയാം. നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഐ എം എ ബാങ്ക് എംപ്ലോയി പറയാം, ഐ എം എ IT എഞ്ചിനീയർ പറയാം, എന്താണോ അത് പറയാം. അതാണ് വാട്ട് ആർ യു എന്നുള്ള ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിച്ചു വയ്ക്കുക. വാട്ട് ഡു യു ഡു അല്ലെങ്കിൽ വാട്ട് ആർ യു. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, എനിക്ക് തോന്നുന്നു തൽക്കാലം ഈ 3 ക്വസ്റ്റ്യനിൽ നിൽക്കട്ടെ. നമുക്ക് അത്യാവശ്യം ഇന്നത്തേക്കുള്ള ഒരു ക്ലാസ്സിനുള്ള ഒരു തുടക്കമായിട്ടെന്ന് വിചാരിക്കുന്നു. അധികം വൈകാതെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു 5 ക്വസ്റ്റ്യൻസൊക്കെയാണ് ഒരു വീഡിയോയിൽ മിനിമം ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വീഡിയോ അധികം ലെങ്തി ആവാനും പാടില്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ ഈ 3 ക്വസ്റ്റ്യൻസിൽ നിർത്തുന്നു. ഐ റിപ്പീറ്റ്, യുവർ നെയിം പ്ലീസ്, വേർ ആർ യു ഫ്രം, വാട്ട് ഡു യു ഡു. അതല്ലെങ്കിൽ മേ ഐ നോ യുവർ നെയിം, വേർ ഡു യു കം ഫ്രം, വാട്ട് ആർ യു. അങ്ങനെ മാറി മാറി ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം അല്ലേ. വാട്ട് ഈസ് യുവർ നെയിമും മേ ഐ നോ യുവർ നെയിമും യുവർ നെയിം പ്ലീസും നമുക്ക് ചോയ്സ് ആയിട്ട് കിട്ടുന്നതാണ്. മനോധർമ്മം അനുസരിച്ചും നമ്മൾ ആരോട് സംസാരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചും അതിലേത് ചോദ്യം വേണമെങ്കിലും നമുക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.